നടി ആക്രമിക്കപ്പെട്ട കേസിലെ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട അതിജീവിത സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസ് CS ഡയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. വിവരങ്ങൾ ഉമേഷ് കൊച്ചിയിൽ നൽകും. ഉമേഷ്, 2 ജഡ്ജിമാർ ഈ കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് പിന്മാറിയിരുന്നു നേരത്തെ. ഇപ്പോൾ ജസ്റ്റിസ് CS ഡയസ് അദ്ദേഹത്തിന്റെ സിംഗിൾ ബെഞ്ചിലേക്ക് ഇപ്പോൾ ഈ കേസ് വന്നിരിക്കുകയാണല്ലേ? അതെ മനു, നേരത്തെ 2 ജഡ്ജിമാർ പിന്മാറി. ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യനാണ് ആദ്യം അതിജീവിതയുടെ ഹർജി പരിഗണിക്കൽ നിന്ന് പിന്മാറിയത്. അതിനുശേഷം പിന്നീട് ജസ്റ്റിസ് കൗസർ എടപ്പകത്തിൻ്റെ ബെഞ്ചിലും ഇതേ ഹർജി വന്നു. അപ്പോൾ അദ്ദേഹവും പിന്മാറുകയാണ് എന്ന് കോടതിയെ അറിയിക്കുകയായിരുന്നു. അതിന് കാരണം അദ്ദേഹം ഈ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയ സമയത്ത്, അത് 2018 സംഭവം ഉണ്ടായത്, വിവിധ കോടതികളുടെ കസ്റ്റഡിയിലിരിക്കെ വിചാരണ കോടതിയുടെയും ജില്ലാ കോടതിയുടെയും മജിസ്ട്രേറ്റ് കോടതിയുടെയും ഒക്കെ പരിഗണനയിലിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഹാഷ് വാല്യൂ മാറിയത്. അപ്പോൾ ജില്ലാ കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ ഹാഷ് വാല്യൂ മാറിയ സമയത്ത് ജില്ലാ കോടതി ജഡ്ജി ജസ്റ്റിസ് കൗസർ എടപ്പകമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഈ കേസ് കേൾക്കുന്നതിന് പിന്മാറിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം കോടതിയിൽ അത് പറഞ്ഞിട്ടില്ലെങ്കിലും അതാണ് കാരണം എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അങ്ങനെ 2 ജഡ്ജിമാർ പിന്മാറിയ സാഹചര്യത്തിൽ ഇന്ന് 3ാമതൊരു ജഡ്ജിയുടെ പരിഗണനയ്ക്ക് ഈ ഹർജി വരികയാണ്. ജസ്റ്റിസ് CS ഡയസ് അദ്ദേഹത്തിൻ്റെ ബെഞ്ചിൽ 37ാമത്തെ ഇനമായിട്ടാണ് ഈ ഹർജി വരുന്നത്. അദ്ദേഹം ഇന്ന് ഈ ഹർജി പരിഗണിച്ച് എന്താണ് തുടർ നടപടിയിലേക്ക് കടക്കുമോ, എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കുമോ എന്നുള്ളതൊക്കെ തന്നെയാണ് പ്രധാനം. 37ാമത്തെ ഇനമായതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് മുമ്പ് ഹർജി ഈ കോടതിയുടെ പരിഗണനയിൽ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ഓക്കെ, താങ്ക് യു ഉമേഷ്.